ഓക്കെ, നമുക്കിന്ന് മെഡിക്കൽ ടെർമിനോളജിയാണ് പഠിക്കേണ്ടത്. ഫോർത്ത് സെമ്മിൻ്റെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് യൂണിറ്റ് 1 and 2 കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ ടേം മെഡിക്കൽ റെക്കോർഡ്? മെഡിക്കൽ റെക്കോർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മെഡിക്കൽ റെക്കോർഡ് മീൻസ് പേഷ്യൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉള്ള റെക്കോർഡാണ്. പേഷ്യൻ്റ് വന്നു, ഡോക്ടർ കണ്ടതും ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെൻറ്റും ഡയഗ്നോസിസും എല്ലാം ഉള്ള കംപ്ലീറ്റ് ഹിസ്റ്ററിയും എല്ലാം ഉള്ളൊരു റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ആൻസർ ബി ആണ്. കാർഡിയോ മീൻസ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്, അത് പ്രിഫിക്സ് ആണ് ഹാർട്ട്. ആൻസർ ബി ആണ്. ഹൈപ്പർ മീൻസ് കൂടുതൽ എന്നുള്ളത്, ഇൻക്രീസ് എന്നുള്ളതാണ്, എക്സസ് എന്നുള്ളതാണ്. നോർമൽ ലൈനായിട്ട് കൂടുതൽ. ആൻസർ ബി ആണ്. സഫിക്സ് ഐറ്റിസ്, ഐറ്റിസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ടിഷ്യൂവിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അതിനകത്ത് നല്ല റിയാക്ഷൻ ഉണ്ടാകുന്നു, ടിഷ്യൂക്കകത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അപ്പം അതിന് പറയുന്നത് ഐറ്റിസ് എന്നാണ്. ഫോർ എക്സാമ്പിൾ അപ്പൻഡിസൈറ്റിസ്, ടോൺസിലൈറ്റിസ്, ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, ഇൻഫ്ലമേഷൻ. നെഫ്രോളജി മീൻസ് കിഡ്നിയുടെ സ്റ്റഡിയാണ്. അപ്പം ആൻസർ ബി ആണ്. നെഫ്രോ മീൻസ് കിഡ്നി, ലോജി മീൻസ് സ്റ്റഡി. കമ്പൈനിങ് വേർബ്സ്, ഏത് വേർഡ് വോവൽ യൂസ് ചെയ്താണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്? അപ്പം ആൻസർ സി ആണ്. ഓ വെച്ചിട്ടാണ് നമ്മൾ രണ്ട് വേർഡിനെ കമ്പൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കാർഡിയോ തൊറാസിക്, ഓ വരും. ഗ്യാസ്ട്രോ എൻറ്ററോളജി, ഓ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഓ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് വാക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന വോവല് ഓ ആണ്. അപ്പോൾ ആൻസർ സി ആണ്. ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്ന് പറയുന്നത് ഐറ്റിസ് എന്ന് പറയുന്നു. അപ്പം സ്റ്റൊമക്കോ ഇൻറ്റസ്റ്റൈൻ്റെ ഇൻഫ്ലമേഷൻ ആണ് ഗ്യാസ്ട്രൈറ്റിസ്. ആൻസർ ബി ആണ്. പ്രിഫിക്സ് മീൻസ്, പ്രിഫിക്സ് ഇൻട്രാ മീൻസ് ഉള്ളിൽ. പ്രിഫിക്സ് തുടക്കത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇൻട്രാ. ഫോർ എക്സാമ്പിൾ ഇൻട്രാ അബ്ഡോമിനൽ, വയറിനകത്ത്. ഇൻട്രാ ക്രേനിയൽ, സ്കളിനകത്ത്. ഇൻട്രാ തൊറാസിക്, തൊറാക്സിനകത്ത്. ഇൻട്രാ എന്ന് വെച്ചാൽ ഇൻസൈഡ് അല്ലെങ്കിൽ വിതിനാണ്. സഫിക്സ് എക്ടമി മീൻസ് എടുത്തു മാറ്റുന്നതാണ്, എടുത്ത് കളയുന്നു, എടുത്ത് മാറ്റുന്നു. അപ്പൻഡിസെക്ടമി, കോളക്ടമി, ടോൺസിലെക്ടമി എന്നൊക്കെ പറഞ്ഞാൽ അത് എടുത്തു മാറ്റുന്നുള്ള. ആൻസർ ബി ആണ്. ഡെർമറ്റോളജി സ്റ്റഡി ഓഫ് സ്കിൻ ആണ്. ഹൈപ്പോഗ്ലൈസിയ, ഹൈപ്പർ മീൻസ് കുറവ്, ഗ്ലൈസിയ മീൻസ് ഷുഗർ ആണ്. അപ്പം ലോ ബ്ലഡ് ഷുഗർ ആണ്. അതിൻ്റെ ആൻസർ ബി ആണ്. പ്രിഫിക്സ് ഇന്റർ മീൻസ് തമ്മിൽ, അപ്പം ബിറ്റ്വീൻ ആണ്. ഓക്കെ, ഇന്റർകോസ്റ്റൽ മസിൽ എന്ന് വെച്ചാൽ റിബ്സിനകത്തുള്ള ഇടയ്ക്കുള്ള മസിൽ തമ്മിൽ. അപ്പോൾ അതിന് തമ്മിലുള്ള വാക്ക് വരുന്നത്. അപ്പോൾ ഇന്റർ മീൻസ് ബിറ്റ്വീൻ, അതിൻ്റെ ഇടയ്ക്കുള്ളത്. ആൻസർ ബി ആണ്. ലോജിസ്റ്റ് മീൻസ് സ്റ്റഡി ചെയ്യുന്ന ആള് അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആള്. അപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നെഫ്രോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നു. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച ഒരു സ്പെഷ്യലിസ്റ്റാണ് ലോജിസ്റ്റ് എന്ന് പറയുന്നത്. ആൻസർ ബി. ബ്രാഡി മീൻസ് സ്ലോ, കാർഡിയോ മീൻസ് ഹാർട്ടാണ്. അപ്പോൾ ഹാർട്ട് റേറ്റ് കുറയുന്നു. ആൻസർ ബി ആണ്. പ്രിഫിക്സ് മൈക്രോ മീൻസ് ചെറുതെന്നുള്ളതാണ്. പ്രിഫിക്സ് വയ്ക്കുമ്പോൾ തുടക്കത്തിൽ വയ്ക്കുന്നതാണ് പ്രിഫിക്സ്. അപ്പോൾ മൈക്രോസ്കോപ്പ്, ചെറിയ കാര്യങ്ങൾ കാണാൻ പറ്റുന്ന സ്കോപ്പാണ് മൈക്രോസ്കോപ്പ്. അപ്പം ആൻസർ ബി ആണ്, സ്മോൾ. ഹെപ്പറ്റൈറ്റിസ് മീൻസ്, ഐറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ആണ്. ഹെപ്പറ്റ മീൻസ് ലിവർ ആണ്. അപ്പം ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഓമ മീൻസ് ഒരു ട്യൂമറാണ്. അപ്പം എവിടെ വേണമെങ്കിലും ട്യൂമർ വരാം. അപ്പം ഏത് ഏരിയയിലെ ട്യൂമർ അനുസരിച്ച് ആ പേര് വരും. ഫോർ എക്സാമ്പിൾ ഓസ്റ്റിയോമ, ബോണിൽ ട്യൂമർ വരുന്നു. അല്ലെങ്കിൽ സാർക്കോമ, മസിലിൽ ട്യൂമർ വരുന്നു. ഹിപ്പറ്റോമ, ലിവറിൽ ട്യൂമർ വരുന്നു. അപ്പം എവിടെയാണ് വരുന്നത് ആ സ്ഥലത്തിൻ്റെ കൂടെ നമ്മൾ ഓമ ആഡ് ചെയ്യുമ്പം അത് ട്യൂമറാണ്. നമുക്ക് ആൻസർ എ ആണ്. എൻഡോസ്കോപ്പി മീൻസ് നമ്മൾ ഉള്ളിലേക്ക് വ്യൂ ചെയ്യുകയാണ്. ഒരു ട്യൂബ് ഇട്ടിട്ട് നമ്മൾ അകത്തേക്ക് കാണുന്നതിന് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ വിഷ്വൽ എക്സാമാണ്. ആൻസർ ബി ആണ്. സൈറ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് സെൽസ് ആണ്. ആൻസർ ബി ആണ്. പ്രിഫിക്സ് സബ് എന്ന് വെച്ചാൽ അടിഭാഗത്ത് അല്ലെങ്കിൽ താഴെ എന്നാണ്. അപ്പോൾ ആൻസർ ബി ആണ്, ബിലോ. ആൽജിയ മീൻസ് പെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ന്യൂറാൽജിയ, നെർവ് പെയിൻ. മയാൽജിയ, മസിൽ പെയിൻ. ആർത്രൽജിയ, ജോയിന്റ് പെയിൻ. പെയിനാണ് ആൽജിയ എന്ന് പറയുന്നത്. ആൻസർ എ ആണ്.
ഓസ്റ്റിയോപൊറോസിസ് മീൻസ് ബോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബോണിൻ്റെ കട്ടി കുറയുമ്പോൾ എന്ന് പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ് ആണ്. ആൻസർ ബി ആണ്, ബോൺ. പോളി മീൻസ് മെനി, മൾട്ടിപ്പിൾ, ഒന്നി കൂടുതൽ എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പോളി യൂറിയ, യൂറിൻ ഒരുപാട് പോകുന്നു. പോളിഡിപ്സിയ, വെള്ളം ഒരുപാട് കുടിക്കുന്നു. അപ്പോൾ പോളി. ആൻസർ ബി ആണ്. മോണോ മീൻസ് സിംഗിൾ ആണ്, ഒറ്റയ്ക്ക് എന്നുള്ളതാണ്. ആൻസർ ബി ആണ്, വൺ. ഫോർ എക്സാമ്പിൾ മോണോസൈറ്റ് അല്ലെങ്കിൽ ഒരു മോണോപോളി എന്ന് പറയും. ഓക്കെ, മോണോ മീൻസ് വൺ. സ്കോപ്പി മീൻസ് ഒരു നോക്കാൻ പറ്റുന്ന, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂബ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് സ്കോപ്പി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മൈക്രോസ്കോപ്പി, എൻഡോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞ് വ്യൂ ചെയ്യുന്ന ട്യൂബ് പ്രോസസ്സിനാണ് സ്കോപ്പി എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ന്യൂറോ മീൻസ് നെർവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ന്യൂറോ എന്ന് പറയുന്നത്. നെർവ് അപ്പം അതിന് ന്യൂറോളജി ഉണ്ട്, ന്യൂറോളജിസ്റ്റ് ഉണ്ട്, ന്യൂറോ സർജറി ഉണ്ട്. അതിൽ നെർവുമായിട്ട് ബന്ധപ്പെട്ട. ആൻസർ ബി ആണ്. ഹെമോഗ്ലോബിൻ റിലേറ്റ്സ് ടു, ഹെമോഗ്ലോബിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. RBCക്കകത്തുള്ള മോളിക്യൂളാണ് ഹെമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. എറിത്രോസൈറ്റ് മീൻസ് റെഡ് ആണ്. അപ്പോൾ റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ RBC ആണ് എറിത്രോസൈറ്റ്. ആൻസർ ബി ആണ്. ല്യൂക്കോസൈറ്റ് മീൻസ് വൈറ്റ് ആണ്. അപ്പം വൈറ്റ് സെല്ലാണ്. ആൻസർ ബി ആണ്, വൈറ്റ് ബ്ലഡ് സെൽ. മയോളജി മീൻസ് സ്റ്റഡി ഓഫ് മസിലിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതിന് മയോളജി എന്ന് പറയുന്നത്. മയോ ആൻഡ് ലോജി രണ്ട് വാക്കാണ്. ആൻസർ ബി ആണ്. റീനൽ മീൻസ് കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്. പൾമണറി മീൻസ് ലങ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, പൾമണറി സിസ്റ്റം എന്ന് പറയും. അപ്പം ആൻസർ ബി ആണ്, ലങ്സ്. ഗ്യാസ്ട്രിക് റിഫേഴ്സ് ടു സ്റ്റൊമക്ക്. ആൻസർ ബി ആണ്. കാർഡിയോളജി റിഫേഴ്സ് ടു സ്റ്റഡി ഓഫ് ഹാർട്ട്, നമുക്കറിയാം. ആൻസർ ബി ആണ്. ഡെർമറ്റൈറ്റിസ് മീൻസ് സ്കിന്നിൻ്റെ ഇൻഫ്ലമേഷൻ ആണ് ഡെർമറ്റൈറ്റിസ്. ആൻസർ എ ആണ്. ആർത്രൈറ്റിസ് മീൻസ് ജോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ. ആൻസർ ബി ആണ്. ക്രേനിയൽ മീൻസ് നമ്മുടെ സ്കൾ, നമ്മളെ സ്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്രേനിയൽ. അപ്പോൾ ആൻസർ ബി ആണ്, സ്കൾ. തൊറാസിക് മീൻസ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗമാണ് തോറക്സ്. അപ്പം ലങ്സും ഹാർട്ടൊക്കെ ഉള്ളത് തൊറക്സിനകത്താണ്. അപ്പോൾ ആൻസർ ബി ആണ്, ചെസ്റ്റ്. അബ്ഡോമൻ മീൻസ് വയറിൻ്റെ ഭാഗമാണ്. അപ്പം ആൻസർ ബി ആണ്, അബ്ഡോമൻ. ഒക്കുലർ മീൻസ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട്, ഐ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒക്കുലർ. അപ്പോൾ ആൻസർ ബി ആണ്, ഐ. ഓട്ടോളജി മീൻസ് ഇയറുമായിട്ട് ബന്ധപ്പെട്ടാണ്, ചെവിയുടെ സ്റ്റഡിക്കാണ് ഓട്ടോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഇയർ. റൈനോളജി മീൻസ് നോസുമായിട്ട് ബന്ധപ്പെട്ടാണ്, നോസിൻ്റെ സ്റ്റഡി റൈനോളജി എന്ന് പറയും. ആൻസർ നോസ് ബി ആണ്. ഓറൽ മീൻസ് വാക്കകത്തുള്ള കാര്യങ്ങളാണ് ഓറൽ എന്ന് പറയുന്നത്, മൗത്ത്. ആൻസർ ആണ് ബി. ഹെമറ്റോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ബ്ലഡ് ആണ്. ഹെമറ്റോ മീൻസ് ബ്ലഡ്, ലോജി മീൻസ് സ്റ്റഡി. അപ്പോൾ ആൻസർ ബി ആണ്. ഓങ്കോളജി മീൻസ് സ്റ്റഡി ഓഫ് ക്യാൻസർ ആണ്. ഓങ്കോ ക്യാൻസർ, ലോജി സ്റ്റഡി. അപ്പോൾ ആൻസർ ബി ആണ്. പത്തോളജി മീൻസ് സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. പാത്തോ മീൻസ് ഡിസീസ്, ലോജി മീൻസ് സ്റ്റഡി ആണ്. ആൻസർ ബി ആണ്. ഫാർമക്കോളജി സ്റ്റഡി ഓഫ് മെഡിസിൻസ് ആണ്. ഫാർമ മീൻസ് മെഡിസിൻ, ലോജി മീൻസ് സ്റ്റഡി. അപ്പോൾ ആൻസർ മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ആണ്. സൈക്കോളജി സ്റ്റഡി ഓഫ് ബിഹേവിയർ, സ്റ്റഡി ഓഫ് മൈൻഡ് ആണ്. അപ്പോൾ ആൻസർ ബി ആണ്, മൈൻഡ്. യൂറോളജി മീൻസ് യൂറിനറി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയാണ്. അപ്പം ആൻസർ ബി ആണ്, യൂറിനറി സിസ്റ്റം. മെഡിക്കൽ ടെർമിനോളജിയിലെ അഡ്വാൻറ്റേജ് എന്താണ്? കറക്റ്റായിട്ട് മെഡിക്കൽ ടേംസ് യൂസ് ചെയ്താൽ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ ഒരാൾക്ക് കിട്ടും. അത് എവിടെയായാലും ഏത് സ്ഥലത്തായാലും ഇൻഫർമേഷൻ എപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതാണ് മെഡിക്കൽ ടെർമിനോളജിയുടെ അഡ്വാൻറ്റേജ്. ആൻസർ ബി ആണ്. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, വ്യത്യാസമൊന്നും വരത്തില്ല. ആൻസർ ബി ആണ്.
ഇനി എസ് എ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്താനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് സ്റ്റഡി മെറ്റീരിയൽ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ കയറി നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ.